ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ വെയിറ്റ് ലോസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ജീരാ വാട്ടർ കൺസ്യൂം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് തിളപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ തിളച്ച വെള്ളം നമുക്ക് കുടിക്കാൻ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കുറച്ചൊരു ചൂടോട് കൂടിയിട്ടാണ് ഞാനൊരു 1/2 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കുന്നത്. അത് മെല്ലെ കുടിച്ചിട്ട് പിന്നെ എൻ്റെ വർക്കൗട്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വർക്കൗട്ട് ജസ്റ്റും തുടങ്ങും. ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ട് ഞാൻ തുടങ്ങും. പിന്നെ ആ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു 3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം, അത് മറക്കരുത്. ഇപ്പോൾ 9:30 ആയപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്തിട്ടുള്ളത് ഓട്സും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു പുട്ടും പിന്നെ ഒരു എഗ്ഗും പിന്നെ ഞാൻ കട്ടൻ കാപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, വേറെ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു സൈസിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ചെറിയ ദോശയാണെങ്കിൽ 2 എണ്ണം കഴിക്കുക, അതിൻ്റെ ഒപ്പം ഒരു പ്രോട്ടീനും. പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ട്. പിന്നെ ഈ ഓട്സും ക്യാരറ്റിൻ്റെ പുട്ടിൻ്റെ റെസിപ്പി നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കാം. പിന്നെ ഒരു 11 മണിയായപ്പോൾ ഞാൻ ഒരു ഡേറ്റ്സും 4 ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വെള്ളം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ ഞാനിവിടെ എന്താ പറയുക ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു തവി ചോറാണ്, ഒറ്റ തവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതിലേക്ക് കുറച്ച് പ്രോട്ടീൻ വേണം. അപ്പോൾ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പരിപ്പിൻ്റെ കറിയും പിന്നെ ബീൻസിൻ്റെ തോരനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ലഞ്ച് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കഴിച്ചിട്ട് നമുക്ക് ഇതൊരു ബാലൻസ്ഡ് മീലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വീട്ടിൽ ഫിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 പീസ് ഫിഷും കൂടി ആഡ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പം ഞാനൊന്ന് ഫിഷ് ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ക്രേവിങ്സ് തോന്നും, എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ കഴിക്കാറുള്ളത് ഇതുപോലത്തെ ബ്ലാക്ക് റൈസിൻസ് ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഒരു 2-3-4 എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് വായിലിട്ടാൽ നമ്മളുടെ ആ ഒരു സ്വീറ്റിനോടുള്ള ഒരു ക്രേവിങ്സ് തന്നെ അവിടെ കുറഞ്ഞ് കിട്ടിക്കോളും. പിന്നെ നമുക്ക് ബ്ലാക്ക് റൈസിൻസ് നമ്മളെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ അത് കഴിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞാനിതാ ഗ്രീൻ ടീ എടുക്കുന്നുണ്ട്. ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വീണ്ടും ഒരു കട്ടൻ കാപ്പിയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നാക്കായിട്ട് ഞാൻ ചെറിയൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ ദിവസവും കഴിക്കാറില്ല, വല്ലപ്പോഴും വിശന്നും തോന്നിയപ്പോൾ വളരെ ചെറുതാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ അവിൽ വേണമെങ്കിൽ അവിൽ കഴിക്കാം, അവിൽ നനച്ചത് കഴിക്കാം. പിന്നെ എന്താ പറയുക, അട പുഴുങ്ങിയത് വേണമെങ്കിൽ അതിൽ നിന്നൊരു പീസ് കഴിക്കുക. അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളുടെ എന്താ പറയുക 6:30 ഉള്ളിൽ നമ്മളുടെ ഡിന്നർ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഓട്സിൻ്റെ കഞ്ഞും പിന്നെ നമ്മളെ ഉച്ചത്തെ ആ ഒരു ബീൻസിൻ്റെ തോരന് അതാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6:30 ഉള്ളിൽ 6:15 കൂടിയിട്ട് എൻ്റെ ഡിന്നർ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയല്ലോ കേട്ടോ.